അവന് പോയി വിളിച്ചപ്പോ മോൻ ഉറങ്ങുവാ. ഋതപ്പനോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല ഏട്ടന്. എപ്പൊ വിളിച്ചാലും ഉറങ്ങുവാണ് കുട്ടി. അന്ന് അവൻ കുഞ്ഞല്ലേ, അവന് പല്ലുവേദനയും കൂടെ ആയിരുന്നു. സുചേട്ടനും കറക്റ്റ് 7 മണിയായപ്പോ പല്ലുവേദന നീര്, ഋതപ്പനും കറക്റ്റ് പല്ലുവേദന നീര്. കുഞ്ഞിന്റെ മുഖം ഇങ്ങനെയായിരുന്നു. നിങ്ങൾ വീഡിയോസ് ശ്രദ്ധിച്ചാൽ അറിയാം. സുചേട്ടന്റെ ഫ്യൂണറലിന്റെ അന്ന് കുഞ്ഞിന്റെ മുഖം ഇങ്ങനെയായിരുന്നു, ഭയങ്കര നീരായിരുന്നു. അവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട് ആര്യ, അവളാണ് ഓടിയത്. അന്ന് അവളാണ് ഉള്ളത്. അവൾ ഓടിച്ചെന്ന് അവളും അവിടെ ഫ്രണ്ടും കൂടെ പോയപ്പം ഡോക്ടർമാർ പറഞ്ഞത്, അപ്പം ഈ ഹോസ്പിറ്റലിൽ മുഴുവൻ സുചേട്ടൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുവാണ് മരിച്ചതിന്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇത് സുചേട്ടൻ്റെ കുഞ്ഞാന്ന് പറഞ്ഞപ്പോൾ ഓടി അവരെ കയറ്റി. കുഞ്ഞിൻ്റെ വാതറ മുഴുവൻ പഴുപ്പെന്തോ പൈപ്പായിട്ട് പെട്ടെന്ന് വന്നതാണ്. അത് ഞങ്ങളത് ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു പല്ലുവേദന വന്നു. അതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്. കാരണം തലേന്നൊക്കെ കുഞ്ഞ് വേദന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ചെറുതായിട്ട് പെട്ടെന്ന് ഇതായിരുന്നു, പല്ലിനെന്തോ പ്രശ്നമായിരുന്നു. പിന്നെ അത് അവർ അന്നേരം തന്നെ പ്രശ്നമെല്ലാം പരിഹരിച്ചു ഡോക്ടർമാർ. ഇത്ര ഇതായിരുന്നു സീരിയസ്. പക്ഷെ അപ്പോൾ എനിക്ക് സുചേട്ടൻ്റെ മരണം പറഞ്ഞിട്ട് ഞാനും കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ല. എനിക്ക് പ്രശ്നം, പിന്നെ വീട്ടുകാരെല്ലാം ശ്രദ്ധിച്ചു. ഞാൻ ആ ഷോക്കിലിരിക്കുമായിരുന്നു. പിന്നെ അവൻ ഓക്കെ ആയി, മരുന്നൊക്കെ കഴിച്ച് ഓക്കെ ആയിരുന്നു. അന്നും കുഞ്ഞിൻ്റെ പല്ലിങ്ങനെ. സുചേട്ടനും കറക്റ്റ് ഡെഡ് ബോഡിയിൽ ഞാൻ ശ്രദ്ധിച്ചു പല്ലുവേദന നീരായിരുന്നു.